Vototam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by Amrithveni. അമൃത്വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. വോട്ടോട്ടം എന്നുള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെന്താണെന്നും അവരുടെ പ്രതികരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് നാടിന്റെ വികസനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ജനങ്ങളെ കഷ്ടപ്പെടുത്താതെ ഏത് പാർട്ടികൾ ഭരിച്ചാലും ഏത് ഭരണം വന്നാലും പക്ഷേ നമുക്ക് ജനങ്ങളുടെ ഒരു സമാധാനമായിട്ടുള്ള ജീവിതം, അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്തുള്ള ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. നമുക്കതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ സാധാരണപ്പെട്ട ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്ന ഈ കാര്യങ്ങൾക്കുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാതെ വളരെ മനോഹരമായിട്ട് വികസനം കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയതുണ്ട്, കഴിഞ്ഞു പോകാനുള്ളതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടു തന്നെ ദീർഘവീക്ഷണത്തോടെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ഈ മണ്ഡലത്തിൽ ജയിക്കും. അതിന് ഘടകങ്ങൾ പലതുമുണ്ട്. കാരണം അദ്ദേഹം ഒരു വികസന നായകനാണ്. കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് വികസനങ്ങൾ നടത്താനതിന് വേണ്ടിയിട്ട് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിക്കുകയും അതും പ്രകാരമുള്ള രീതിയിൽ ഇവിടെ വികസനങ്ങൾ അതിന് മുൻകാലങ്ങളിലേക്കാട്ടിൽ കുതിച്ചുയരുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. പാർലമെന്റിൽ പോയാലും അദ്ദേഹം ഈ കേരളത്തിന് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മുടെ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ അതിനു വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ആളാണ് തോമസ് ഐസക് എന്നാണ് എന്റെ അഭിപ്രായം. നിലവിലെ MP കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടെ MP ആയിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു നിലപാടുണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ വികസന മുരടിപ്പ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികളെ, ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് പാനൂര് ബോംബ് സ്ഫോടനം, അതിന് കാരണക്കാര് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ യുവജന സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയാണ് ജനങ്ങളെ, ഈ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ ഈ കോഴഞ്ചേരി, പത്തനംതിട്ട മണ്ഡലത്തിൽപ്പെട്ട ഈ കോഴഞ്ചേരി പാലം വർഷങ്ങളായിട്ട് അത് പണി മുടങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് വന്യജീവി, ഞാനൊരു കൃഷി ചെയ്യുന്ന ആളാണ്, വന്യജീവി ഭയങ്കരമായിട്ട് വന്യജീവി ശല്യമുണ്ട്. ഈ പന്നികളെ കൃഷി നശിപ്പിക്കുന്നു, ഇതിനൊരു നടപടിയും എടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഈ സർക്കാരിന്റെ ഒരു വിലയിരുത്തലിൽ ഉൾപ്പെടുന്നതാണ്. ആന്റോ ആന്റണി 10 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ നമുക്കറിയാം ആന്റോ ആന്റണിയുടെ പേര് എഴുതിയിരിക്കുന്ന സ്ഥാപനങ്ങൾ, അതായത് സ്ഥാപനങ്ങളല്ല, ബസ് സ്റ്റാൻഡുകളെ, ബസ് സ്റ്റോപ്പുകളെ, ഇതെല്ലാം അവർ മറച്ചുവെച്ച് അത് സർക്കാരിന് അനുകൂലമാക്കി തീർക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇത് ആന്റോ ആന്റണിക്ക് പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അഭിപ്രായത്തിൽ 15 വർഷം കൊണ്ട് ആന്റോ ആന്റണി പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം ജയവിജയ സാധ്യതയെ കുറിച്ച് പറയുമ്പോൾ മാറി മറിഞ്ഞു വരുന്ന രാഷ്ട്രീയത്തിൽ അനിൽ ആന്റണിക്ക് സാധ്യത ഉണ്ടെന്നും ഒരു 75% വരെ സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇതാണ്. അനിൽ ആന്റണിയെ സംബന്ധിച്ച് ആള് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, ആന്റണിയുടെ മോനാണ്. കോൺഗ്രസ് വന്നെന്ന് പറഞ്ഞാൽ പുള്ളിയെ കഴിയാൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റോ ആന്റണി 15 വർഷം കൊണ്ട് ഒരു ഇതും നമുക്ക് നടത്തിയിട്ടില്ല. 15 വർഷം പത്തനംതിട്ട മണ്ഡലം രൂപീകരണം അന്ന് തുടങ്ങി കുറെ ഹൈമാസിനായിട്ടും കാത്തിരിപ്പ് കേന്ദ്രവും അല്ലാതെ വേറെ ഒന്നും പുള്ളി ചെയ്തിട്ടില്ല.
ഈ പുള്ളി കേന്ദ്ര വിദ്യാലയം കൊണ്ടുവന്ന് തന്നെ അത് BJP സർക്കാരിന്റെ കാലത്ത് വന്നതാണ്. BJP സർക്കാരിന്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റോഡ് വികസനവും കാര്യങ്ങളെല്ലാം BJP സർക്കാർ തന്നാണ്, കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പുള്ളിക്കാരന്റെ ഇതിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് പറഞ്ഞാൽ മേൽപ്പാലം ഇതുവരെ ഒന്നും ആയിട്ടില്ല. മേൽപ്പാലം കിടക്കുന്നു. ആറന്മുളയുടെ നമ്മുടെ പാലം ഇപ്പം 10 വർഷത്തേക്കുള്ള പാലം ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഒരു വികസനവും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സകല മുന്നണികളോടും ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. പാവങ്ങൾക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത് അവരുടെ ഔദാര്യവും അവർ നമ്മളെ ജനങ്ങളെ നമ്മളെ പറ്റിച്ച് അവർ തിന്നുന്നത് അവരുടെ അവകാശമാണോ എന്നുള്ള ഈ മുന്നണികളൊന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്നാണ് എന്റെ അപേക്ഷ. ആർക്കൊപ്പവും നിൽക്കാനെ കൊണ്ട് തീരുമാനിച്ചിട്ടില്ല. കാര്യം ആർക്കൊപ്പം നിന്നാലും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. ഇതുവരെ കണ്ടിട്ടുള്ള അങ്ങനെ തന്നെയാണ്. ഈ ഭരിക്കുന്ന ആൾക്കാരുടെ പോക്കറ്റ് വീഴ്ചിക്കുന്നു എന്നല്ലാതെ രാജ്യത്തിന് വികസനം ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം നല്ലപോലെ വികസിക്കുന്നുണ്ട്, അഴിമതി നല്ലപോലെ വികസിക്കുന്നുണ്ട്, പോപ്പുലേഷൻ നല്ലപോലെ വികസിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ വികസനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ പട്ടിണി ദാരിദ്ര്യത്തിന്റെ ഭാഗമായിട്ട് പട്ടിണി നല്ലപോലെ വികസിക്കുന്നുണ്ട്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഒരു കാര്യങ്ങളിലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ഒരു ശക്തമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുമെന്ന് ഇനി ആര് ഭരിച്ചാലും ഉണ്ടാവുന്നിട്ട് പ്രതീക്ഷയുമില്ല. പാവങ്ങളുടെ കാര്യത്തിൽ തീരുമാനം അങ്ങനൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ തന്നെ പെൻഷനും കാര്യമൊക്കെ ആയിട്ട് ഒരു വലിയ വിഷയം തന്നെ നടക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഖജനാവിൽ പണമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഖജനാവിൽ പണമില്ലാത്തത്? കാര്യം വ്യവസായം ഇവിടെ വ്യവസായങ്ങൾക്ക് ഇവിടെ ഒരു ശവപ്പറമ്പ. വ്യവസായത്തിന് വികസനം ഇല്ലാത്തതുകൊണ്ട് ഖജനാവിൽ പണവും എത്തുന്നില്ല. ഗുജറാത്തും മഹാരാഷ്ട്രയൊക്കെ സമ്പന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ വ്യവസായശാല GIDC MIDC മഹാരാഷ്ട്രയിലും ഗുജറാത്തിലെ ലക്ഷക്കണക്കിന് വ്യവസായങ്ങൾ അവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിസ്തരായിട്ടുള്ള തൊഴിലാളികൾക്ക് ജോലിക്കാർക്ക് ജോലിയില്ല. എല്ലാവരും ഇവിടുന്ന് പഠിച്ചിട്ട് അന്യനാടുകളിലേക്ക് പോകാനുള്ള കാരണമാണ് ഇവിടെ വ്യവസായങ്ങളില്ല. എന്തുകൊണ്ട് വ്യവസായം ഇല്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ടാകാത്ത ഇവിടുത്തെ ചില നമ്മുടെ 10-35 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ മോഹൻലാലിന്റെ 1-2 പ്രശസ്തമായ സിനിമകളുണ്ട്. മിഥുനം, വരവേൽപ്പ്. ആ സിനിമയിലെ മോഹൻലാൽ അവതരിച്ച കഥാപാത്രം 35 വർഷങ്ങൾക്ക് ശേഷവും ആ കഥാപാത്രത്തിന്റെ ആ അവസ്ഥയ്ക്ക് ഇന്നും കേരളത്തിൽ മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇവിടെ വ്യവസായം വരുന്നത്? ഒരു വ്യവസായശാല ഏത് രീതിയിൽ പൂട്ടിക്കാമെന്ന് ചിന്തിക്കുന്ന ട്രേഡ് യൂണിയൻ സംസ്കാരമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാം അടച്ചുപൂട്ടി പോവുകയാണ്. പിന്നെ എങ്ങനെ ഖജനാവായി പണം ഉണ്ടാകുന്നത്? പിന്നെ തൊഴിലില്ലാത്ത ഒരു ജനവിഭാഗത്തിനെ നിലനിർത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം കൊടി പിടിക്കാനും ജനങ്ങളുടെ തല്ലുകൊള്ളാനും വെട്ടിക്കൊല്ലാനും ഒക്കെയായിട്ട് ഒരു ജനവിഭാഗം തൊഴിലില്ലാത്ത ഇവിടെ നിലനിൽക്കണം. യുവജനവിഭാഗം അതുണ്ടാകണമെങ്കിൽ ഇവിടെ തൊഴിലുകൾ വരരുത്, തൊഴിൽശാലകൾ വരരുത്. അതിന്റെ പരിണത ഫലമാണ് ഈ അവസ്ഥ. ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ ഈ വർഷത്തെ ഇപ്പോഴത്തെ ഈ ഇലക്ഷനിൽ ഞാൻ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചല്ല പറയുന്നത്, നമ്മുടെ ഒരു ആഗോള തലത്തിലുള്ള ആ രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒരു പ്രാദേശികമായ ഒരു വീക്ഷണത്തിലല്ല ഞാൻ പറയുന്നത്. കാരണം ആഗോള തലത്തിലും നമുക്കറിയാമല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലോട്ട് കടക്കുന്നത്. കാരണം നമ്മുടെ ഖത്തറിൽ നമ്മുടെ പ്രതിരോധ സേനയിലെ ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അവിടുത്തെ ആൾക്കാർ പോലും അന്നത് ഒരിക്കൽ പോലും അത് നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. അവിടെ നിന്ന് അവരെ വെറും 15 ദിവസം കൊണ്ട് അത്ര നയതന്ത്ര തലത്തിലുള്ള ആ ഒരു ദീർഘവീക്ഷണവും ആ ഒരു പ്രാഗൽഭ്യവും ആ രീതിയിൽ, ഞാൻ ഒരു പ്രവാസി ആയതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിനും വളരെ അംഗീകാരം കിട്ടുന്നുണ്ട് പ്രവാസ ലോകത്തും. പിന്നെ പത്തനംതിട്ട ജില്ലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് വികസനത്തിന് ഇതുള്ള ഒരു മേഖലയാണ്. അതായത് ടൂറിസം ആയാലും ശബരിമല പോലുള്ള പിന്നെ ആരാധനാലയങ്ങൾ, ശബരിമല, ആറന്മുള, പിന്നെ നമ്മുടെ കോഴഞ്ചേരി, അങ്ങനെ ഒരുപാട്
സാംസ്കാരികപരമായിട്ട് ഒരുപാടുള്ള അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെയിൽവേ മേഖല, ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഒരു തൃശ്ശൂർ ഗുരുവായൂർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ആലോചിച്ചു, ഞാൻ ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ പിടിക്കണമെങ്കിൽ 10-30 കിലോമീറ്റർ, എൻ്റെ വീട് വള്ളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടുന്ന് പോകണമെങ്കിൽ 10-40 കിലോമീറ്റർ വേണം. ഒരു കണക്ടിവിറ്റി ഇല്ല. അതായത് ഇവിടുന്ന് പത്തനംതിട്ടയിൽ നമുക്കൊരു കണക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് ആ ഒരു റെയിൽവേയുടെ ഒരു വികസനമോ ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഒരുപാട് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ജനപ്രതിനിധി വന്നെങ്കിൽ മാത്രമേ IT മേഖലയിലായാലും ടൂറിസം മേഖലയിലും ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു മേഖല, അത് ആ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം വന്നെങ്കിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അന്ധമായ രാഷ്ട്രീയമോ അന്ധമായ ഇതിലൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാവരും വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം. അല്ലാതെ ഒരു വികസന വിരോധം രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ മാറ്റിവെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു ഇതാണ് പത്തനംതിട്ട ജില്ല. ഏറ്റവും കൂടുതൽ പ്രവാസികൾ, പ്രത്യേകിച്ചും ഗൾഫ് GCC മേഖലയിലല്ല, മറ്റ് യൂറോപ്യൻ അമേരിക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ. പക്ഷെ അവർക്ക് വേണ്ടിയുള്ള അവരുടെയൊക്കെ ഇഷ്ടംപോലെ ബാങ്കിൽ ഡിപ്പോസിറ്റ് കുമിഞ്ഞു കൂടുക. ബാങ്കിലെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? യൂണിയൻ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് കിടക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട പ്രവാസികളുടെ. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം താല്പര്യമാണ്, അവർക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് താല്പര്യം. പക്ഷെ അവർക്കെല്ലാം പേടിയാണ്, ഭയമാണ്. കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒടുക്കം ശത്രുവായിട്ട് മാറുക, ഒടുക്കം രാഷ്ട്രീയക്കാരുടെ ശത്രു, ജനങ്ങളുടെ ശത്രു, ഒടുക്കം മുടക്കിയ കാശും പോയി ശത്രുവായിട്ട് മാറുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രവാസികളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, പ്രവാസികളുടെ ഇഷ്ടംപോലെ ബാങ്ക് ഇതുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഡെവലപ്മെന്റ്സിന് വേണ്ടി അത് ആ മേഖല ഉപയോഗപ്പെടുത്താൻ, അത് ഏറ്റവും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം ഈ പ്രവാസികളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. പക്ഷെ ആ മേഖലയൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശബരിമല വിഷയങ്ങളൊക്കെ പറയുന്നതും അതെല്ലാം താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, വോട്ടിന് വേണ്ടി മാത്രം പറയുന്നത്. അല്ലാതെ ദീർഘവീക്ഷണത്തോടെ ഏത് രാഷ്ട്രീയ പാർട്ടി പറയുന്നുണ്ട്? ഒന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതൊരു സാധനം വാങ്ങിച്ചാലും നല്ല വില തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. നമുക്ക് ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഭർത്താവ് മാത്രം കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുഞ്ഞും. അപ്പം ഞാൻ ഇറങ്ങി ജോലിക്ക് പോയിട്ട് ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ പോയാണ് എൻ്റെ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത്. എനിക്ക് ഒരു ജീവിതം മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായി ഈ വന്ന സാഹചര്യം. വെച്ചാൽ വർദ്ധിച്ച് വരുന്ന ഈ വില കൂടുതൽ സാധനങ്ങളുടെ വില എന്ന് പറയുമ്പം നമുക്ക് ഒരു 500 രൂപയും കൊണ്ട് നമ്മളൊരു കടയിലോട്ട് ചെന്നാൽ 1-2 സാധനം വാങ്ങിച്ചാൽ പൈസ തീർന്നു. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, 500 രൂപ കൊണ്ട് പോയി എന്തൊക്കെ സാധനം നമുക്ക് ഒരു വീട്ടിൽപ്പെട്ട ഒരുമാരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റത്തേ ഇല്ല. ഗ്യാസിനായാലും എന്തോ വിലയാണ്. ഓരോ ദിവസം കൂടി വരുന്നതോറും 10, 20, 30 രൂപ വെച്ച് ഓരോ മാസങ്ങളിൽ കൂടി വരിക. നമുക്ക് ഈ വിലവർദ്ധന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രയാസം തന്നെയാണ്. ഞങ്ങളിവിടെ സ്ഥിരം പ്രാക്ടീസിന് വരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അത്യാവശ്യം ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഉള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ഒരു സുരക്ഷാപരമായ ഒരു സേഫ്റ്റി പെണ്ണുങ്ങളെ സംബന്ധിച്ച്, ആൺപിള്ളേർക്കാണെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും പോയി നിന്നെങ്കിലും അവർക്ക് ബാത്റൂമിൽ പോകാന്ന് പറയാം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുസ്ഥലത്തിരുന്ന് അവർക്ക് പോകാൻ കഴിയില്ലല്ലോ. അവർക്ക് ഒരു ബാത്റൂം സൗകര്യം തീർച്ചയായിട്ടും ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അങ്ങനൊരു സൗകര്യമാട്ടെ, ഒരു ഡ്രസ്സിംഗ് റൂം ആട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ. ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവര് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ പെട്രോൾ പമ്പിന്റെ അവിടെ പോയാണ് ആശ്രയം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അത്ര വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. ബാത്റൂം ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ മിക്ക ആൾക്കാരും പ്രാക്ടീസ് വരുന്നത് കുറച്ച് ദൂരെ നിന്നുള്ള ആൾക്കാരെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കൊരു മനുഷ്യരാകുമ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എന്തോ ചെയ്യും. നമ്മളിപ്പോ ഇത് പബ്ലിക്കായിട്ടുള്ള റോഡാണ്, അവിടെ സൈഡിൽ പോലും ഒരു ബാത്റൂം നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ ഇതിന്റെ അകത്തെന്ന് പറയുമ്പോൾ എത്രയൊക്കെ കുട്ടികൾ പലയിടത്തുനിന്നും പല
ജില്ലകളിൽ നിന്ന് ഇവിടെ പ്രാക്ടീസിന് ഫുട്ബോള്, വോളിബോള്, ക്രിക്കറ്റ് എല്ലാ സൈസ് ഗെയിമുകൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികളും മുതിർന്നവരും ജോഗിങ്ങിനായാലും എല്ലാവരും വരുന്നവരാ. കുട്ടികൾ ഉൾപ്പെടെ കല്യാണം കഴിച്ചവരായാലും കുഞ്ഞുങ്ങളായാലും അച്ഛന്മാരായാലും എല്ലാവരും വരുന്നവരാ. അപ്പൊ അവർക്കൊന്ന് പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലോ അവർക്ക് എന്തെങ്കിലും ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ ഇവിടെങ്ങും ഒരു സൗകര്യം അതിനായിട്ടുള്ള ഒരു ഇതിൽ വർഷങ്ങളായിട്ട് ഞാനിപ്പോ കാണുന്നത്. ഞാൻ ഈ നാട്ടുകാരിയല്ല എങ്കിൽ പോലും ഞാൻ കുടുംബക്കാരിയാണ്. പക്ഷെ ഞാൻ ഇവിടെ വരുന്നതെങ്കിലും ഇവിടെ ഞാൻ കാണുന്ന എന്റെ കുഞ്ഞിലെ മുതൽ ഞാൻ കാണുമ്പോൾ ഈ ഗ്രൗണ്ട് ഇങ്ങനെ തന്നെ കാട് കയറി ഇങ്ങനെ കിടക്കുക. അല്ലാതെ ഇതിനകത്ത് യാതൊരു പുരോഗമനവും ഇതുവരെയും കണ്ടിട്ടുമില്ല. ആകെ പുരോഗമനം എന്ന് വെച്ചാൽ ഈ 2 കെട്ടിടം മാത്രം പണിഞ്ഞു എന്നുള്ളതല്ലാതെ ആ കെട്ടിടത്തിന് ഇപ്പോഴാണ് തോന്നുന്നത് കുറച്ചെങ്കിലും വൃത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാം ഇത് തകർന്ന് ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മൊത്തം തകർന്ന് തന്നെ അഴുക്കായിട്ട് തന്നെ നടക്കുന്നത്. ബാത്റൂം പോകാനുള്ള ഒരു സൗകര്യമാണ് മനുഷ്യന് ഏറ്റവും വലിയ. അതുപോലെ തന്നെ ഈ ദൂരെ നിന്ന് വരുന്ന സ്ത്രീകൾക്കായാലും ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിനുള്ള ഒരു സൗകര്യമേ ഇല്ല. അതിനെന്തെങ്കിലും ഒരു നടപടി ഇനി വരുന്ന സർക്കാർ അതിന് സ്വീകരിച്ച് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. 1 വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ പ്രാക്ടീസിന് വരുന്നുണ്ട്. യോഗയിങ്ങിനായാലും ഞങ്ങൾ സെൽഫ് ഡിഫൻസിനായിട്ട് ഞങ്ങളിവിടെ പ്രാക്ടീസിന് വരുന്നുണ്ട്. അന്നേരം തൊട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ദൂരെ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമായിട്ട് ഞങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനോ അത് ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാനോ ഉള്ള സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ ഒന്ന് മഴ പെയ്താൽ ഈ സ്റ്റേഡിയം മൊത്തം വെള്ളക്കെട്ടുകളാണ്. ഒന്ന് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാനോ ഇരിക്കാനോ ഉള്ള സൗകര്യം ഇന്ന് വരെ കണ്ടില്ല. പല നേതാക്കന്മാരും വോട്ട് ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഇതിലൊക്കെ വരും. പക്ഷെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പം പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. നല്ല ഈ ഒരു ജില്ലയായിട്ട് പോലും ഒരു ജില്ലയിൽ നല്ല ഒരു സ്റ്റേഡിയം തന്നെ ഇല്ല. ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഒരു ഗാലറിയോ ഒന്ന് ഇരിക്കാനോ ഉള്ള ഒരു സൗകര്യങ്ങളോ അതുപോലെ ഒരു കുടിവെള്ള സൗകര്യമോ ദൂരെ നിന്നൊക്കെ വരുന്നവർക്കൊരു ഇപ്പൊ ഈ ഭയങ്കര വേനൽക്കാലത്ത് ഒരു കുടിവെള്ളത്തിന്റെ സൗകര്യം പോലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവിടെ പലരും ക്രിക്കറ്റിനാണേലും വോളിബോളാണെന്നും കൊച്ചുകുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾ പല സമയത്താണ് ഞങ്ങൾ വരുന്നുണ്ട്. രാവിലെ വരുന്നുണ്ട്, ചിലപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞായിരിക്കും വരുന്നത്. ഞങ്ങളുടെ സമയം അനുസരിച്ച് ഞങ്ങൾ വരും. എങ്കിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്കൊരു അടിസ്ഥാന സൗകര്യം ഇല്ല. ഇനി വരുന്ന ഗവൺമെന്റ് ആണെങ്കിലും ഈ ഒരു സ്റ്റേഡിയത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി തന്ന നല്ലതായിരിക്കും. ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഡ്രെയിനേജിന്റെ കാര്യമായാലോ അല്ലെങ്കിൽ ഒരു വാഷ്റൂമിന്റെ കാര്യമായാലോ ഒന്നും നേരാമണ്ണ ഇവിടെ ഒന്നുമില്ല. ഈ കാട് പിടിച്ച് കിടക്കുന്നത് മാത്രം. ഇപ്പൊ ഈ ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കാട്, പട്ടിശല്യം, അതുപോലെ ഒരു 15 വർഷം പോയിട്ട് യാതൊരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇത് പൊളിക്കുമെന്ന് പറയുന്നു. പൊളിച്ചിപ്പം സിന്തറ്റിക് ടർഫും കാര്യങ്ങളൊക്കെ ആണെന്ന് വരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക. ഇതുവരെ അതിന്റെ പരിപാടികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഈ MP എന്ന് പറയുന്ന ആളിനെ തന്നെ നമ്മൾ 1-2 വട്ടമേ കണ്ടിട്ടുള്ളൂ ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ. തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇവിടെ നിന്നും പ്രത്യേകിച്ച് ഇവിടുന്ന് അങ്ങോട്ട് അതായത് പന്തളം ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും കാര്യമായിട്ടൊന്നും കാണാനില്ല. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അതിന്റെ ഓരോ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമുക്ക് ഒന്നുകിൽ വീട്ടു സാധനങ്ങൾ അങ്ങനെയുള്ളതിനെ പറ്റി അറിയത്തുള്ളൂ. അതിന്റെ കൂടെ ഈ വിലയും കൂടെ ആവുമ്പോൾ സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര താങ്ങാൻ പറ്റാത്ത വിലക്കയറ്റമാണ്. അപ്പം അതിനനുസരിച്ച് ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള ഒരു റെമഡി അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് സാധാരണ ജനങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഓരോന്ന് പുതിയ മാറ്റങ്ങൾ വരുത്തണം. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമ്മളൊക്കെ ഇവരെ കാണുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്. അല്ലാത്ത സമയങ്ങളിൽ ആരും വോട്ട് ചോദിക്കാൻ വരുന്നു, അത് കഴിഞ്ഞിട്ട് അവരവരുടെ പോകുന്നു. പിന്നെ നമുക്ക് ഇവരെ ഒന്ന് ജസ്റ്റ് TV-യിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവർ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവരോട് ചോദിച്ച് സാധാരണക്കാരന്റെ ജീവിത രീതി കണ്ടു മനസ്സിലാക്കണം. കാരണം ഇവർക്ക് ഹൈ രീതിയിലുള്ള ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു നേതാവ്. അങ്ങനെയാണെങ്കിലേ അത് യഥാർത്ഥ നേതാവുന്നുള്ളൂ. അല്ലാതെ കാറിൽ വന്നിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് അവരുടെ അധികാരത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് ഒരിക്കലും അത് എത്രമാത്രം ഫലവത്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങുക, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു യഥാർത്ഥ നേതാവ് ഉണ്ടാവും. പണ്ടുണ്ടായിട്ടുള്ള നേതാക്കന്മാർ അവർ കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്നവരാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് ഇവിടുത്തെ മാറ്റങ്ങൾക്ക് അവരുടെ പേര് തന്നെ പറയപ്പെടുന്നത്. ഇനിയുള്ള നേതാക്കന്മാർ അങ്ങനെയുള്ളതായി തീരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. ഇവിടെ ഒരു MP നമ്മുടെ ആന്റണി വലിയ വികസനമൊന്നും ഇവിടെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല നമ്മുടെ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഡോക്ടർ തോമസ് ഐസക്
ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ധനകാര്യ വിദഗ്ധനാണ്. പുള്ളിക്കാരൻ ജയിക്കണമെന്നുള്ളതാണ് ഇവിടെ പൊതുവെയുള്ള അഭിപ്രായം. പിന്നെ നാടിന് പുള്ളിക്കാരനെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അത് ഈ പ്രാവശ്യം പത്തനംതിട്ട ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ആന്റണി 12 വികസനം ചെയ്തിട്ട് ഇവിടെ ആർക്കും കണ്ടവരാരുമില്ല. ഒരു വികസനം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പുള്ളിക്കാരൻ അങ്ങനെ വരാറുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് പ്രത്യേക വേറൊരു രീതിയായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മോദിയെ താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ഒരു പ്രത്യേക ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ UDF ജയിച്ചതൊക്കെ ആ ഒരു ബേസിലാണെന്നാണ് എന്റെ കണക്കൂട്ടൽ. അനിൽ ആന്റണിയൊക്കെ പുള്ളിക്കാരനെ എനിക്കൊന്ന് നേർച്ചക്കോഴി പോലാക്കി വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരനൊന്നും ഒരു വിജയത്തിന് യാതൊരു സാധ്യതയും ഈ പൊതുവെ BJP കേരളത്തിലില്ല, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഒട്ടുമില്ല. അനിൽ ആന്റണിക്കൊന്നും യാതൊരു സ്ഥാനമില്ല. അത് സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴേ അത് പ്രത്യേക വേറെ ഒരു ഇതുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശബരിമല ഇടത്താവളത്തിന്റെ ഒരു വിഷയം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളി BJPയുടെ മുതിർന്ന ഒരു നേതാവാണ്. അതിന്റെ പേരിൽ കിട്ടിയൊക്കെ പിന്നെ ആന്റണിക്ക് പൊതുവെ അനിൽ ആന്റണിക്ക് പൊതുവെ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പ് ഇപ്പോൾ ഇല്ല. പൊതുവെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വന്ന് കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് വന്നിട്ട് അവസാന നിമിഷത്ത് പുള്ളിക്കാരൻ കാലുമാറാൻ ഞാൻ ഒരുപാട് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പുള്ളിക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനമില്ല. ഇത്തവണ തോമസ് ഐസക് ജയിക്കുന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ പുള്ളിക്ക് നല്ലൊരു പിൻബലമുണ്ട്. നമുക്ക് ബേസിക്കായിട്ട് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഒരു സ്റ്റേഡിയം എന്നുള്ളത്. നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം ഇപ്പോൾ ആധുനിക വൽക്കരണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം പകരത്തിനായിട്ട് നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു സംവിധാനം ഒരുക്കി തരണമെന്നാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആ ഒരുക്കി തരുന്നിടത്ത് ടോയ്ലറ്റ്, വെള്ളത്തിന്റെ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിലിറ്റി ഉടൻ തന്നെ ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം. നാളെ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും വിടാം. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. Co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partner IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു.